എല്ലാവർക്കും ആർക്രിയേഷൻസ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പഞ്ചായത്ത് തല ഇലക്ഷനുകൾ 2025 ഡിസംബർ 9-11 ദിവസങ്ങൾ 2 ഘട്ടങ്ങളായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ രേഖകൾ കയ്യിൽ കരുതണം, എത്ര വോട്ടുകൾ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. വോട്ട് ചെയ്യുന്നതിനായി സമ്മതിദായകൻ തിരിച്ചറിയൽ രേഖ കയ്യിൽ കരുതേണ്ടതാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള വോട്ടേഴ്സ് ID കാർഡ്, ആധാർ കാർഡ്, വോട്ടർ സ്ലിപ്പ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, ബാങ്ക് പാസ്ബുക്ക് ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം തിരിച്ചറിയൽ രേഖയായി ഹാജരാക്കാം. വോട്ടർ പോളിംഗ് ബൂത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ പേരും വിവരങ്ങളും പോളിംഗ് ഉദ്യോഗസ്ഥൻ പരിശോധിക്കും. തുടർന്ന് രണ്ടാമത്തെ പോളിംഗ് ഓഫീസറുടെ അടുത്ത് ചെല്ലുമ്പോൾ വോട്ടറുടെ കൈവിരലിൽ മഷി പുരട്ടി വോട്ട് രജിസ്റ്ററിൽ ഒപ്പോ വിരലടയാളമോ രേഖപ്പെടുത്തി വോട്ടിംഗ് സ്ലിപ്പ് നൽകും. സ്ലിപ്പുമായി വോട്ടിംഗ് യന്ത്രത്തിൻ്റെ ചുമതലയുള്ള ഓഫീസറുടെ മുമ്പിലെത്തി സ്ലിപ്പ് ഏൽപ്പിക്കണം. ഉദ്യോഗസ്ഥൻ കൺട്രോൾ യൂണിറ്റിലെ ബട്ടണമർത്തി ബാലറ്റ് യൂണിറ്റുകൾ വോട്ടിങ്ങിന് സജ്ജമാക്കും. തുടർന്ന് സമ്മതിദായകൻ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് നീങ്ങണം. ബാലറ്റ് യൂണിറ്റിൽ ഏറ്റവും മുകളിൽ ഇടതുഭാഗത്തായി പച്ച നിറത്തിലുള്ള ഓരോ ചെറിയ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. ഇത് ബാലറ്റ് യൂണിറ്റുകൾ വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടണിൽ വിരലമർത്തിയാൽ ദീർഘമായ ബീപ്പ് ശബ്ദം കേൾക്കുകയും വോട്ട് രേഖപ്പെടുത്തൽ പൂർണ്ണമാവുകയും ചെയ്യും. ശേഷം വോട്ടർക്ക് മടങ്ങാവുന്നതാണ്. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിൽ ഒരു വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തേണ്ടത്. ത്രിതല പഞ്ചായത്തിൽ ഒരു വോട്ടർ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലേക്ക് ഓരോ വോട്ട് വീതമാണ് രേഖപ്പെടുത്തേണ്ടത്. ആദ്യത്തെ ബാലറ്റ് യൂണിറ്റിൽ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടങ്ങുന്ന വെള്ള നിറത്തിലുള്ള ലേബലും, രണ്ടാമത്തെ ബ്ലോക്ക് തലത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ പിങ്ക് നിറത്തിലുള്ള ലേബലും, ജില്ലാ തലത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ ഇളം നീല നിറത്തിലുള്ള ലേബലുമാണ് പതിച്ചിരിക്കുന്നത്. ഇതിൽ മൂന്നിലേക്കും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു നീണ്ട ബീപ്പ് ശബ്ദം കേട്ട് വോട്ട് രേഖപ്പെടുത്തൽ പൂർണ്ണമാകും. ഏതെങ്കിലും ഒന്നോ അധികമോ ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്താൻ താല്പര്യമില്ലാത്ത പക്ഷം താല്പര്യമുള്ള തലത്തിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവസാനത്തെ ബാലറ്റ് യൂണിറ്റിലെ അവസാന ബട്ടൺ എൻഡ് ബട്ടൺ അമർത്തിയാൽ വോട്ടിംഗ് പൂർത്തിയാക്കാം. അപ്പോഴും ഒരു നീണ്ട ബീപ്പ് ശബ്ദം കേൾക്കാനാകും. വോട്ടിംഗ് പൂർത്തിയായി. 3 തലത്തിലും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എൻഡ് ബട്ടൺ അമർത്തേണ്ട ആവശ്യമില്ല. എൻഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പിന്നീട് വോട്ട് ചെയ്യാനാകില്ല. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ബട്ടൺ അമർത്തിയാലും ഒന്നിൽ കൂടുതൽ തവണ ഒരേ ബട്ടണിൽ അമർത്തിയാലും ഒരു വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.